നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് കൃത്യമായ സ്വാഗതം. കേരളത്തിന്റെ പൊതുമണ്ഡലം മദ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ 90% മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നഡി കരിമുക്കാലയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന KT ജലീലിന്റെ വിചിത്രവാദത്തിന് ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളുടെ പേരുവിവര പട്ടിക 25 ന്യൂസ് പുറത്തുവിടുന്നു. വാർത്തകൾ വിശദമായി. കൊല്ലത്ത് 10 ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ. ഇരവിപുരം വളത്തുങ്കൽ സ്വദേശി ജോർജാണ് അറസ്റ്റിലായത്. ജോർജിന്റേതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും സൈനുദ്ദീന്റേതാണ് ചാക്കെന്ന് സംശയിക്കപ്പെടുന്നു. വിദഗ്ധ സംഘം ചാക്കിന്റെ ഉടമസ്ഥനെ തേടി പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ലഭ്യമായ വാർത്ത, കളമശ്ശേരി കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ്. മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ. കളമശ്ശേരി കഞ്ചാവ് കേസ് പ്രധാന പ്രതി അനുരാജ് പിടിയിൽ. ഇദ്ദേഹം 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന. പണവും 7 കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു. ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ്. ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദ്രസയുടെ സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു. കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിൽ. 4 പേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പേരില്ല. വാർത്തകൾ വിശദമായി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ടയ്ക്ക് പിന്നാലെ കൂസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന. കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിലായി. എന്നാൽ ഇവരെ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പേരുവിവര പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും